നമ്മുടെ ഹോസ്റ്റൽ വ്യൂ. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോസ്റ്റലാണ്. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ സെയിം തന്നെ എൻ്റെ ഹോസ്റ്റൽ. സെയിം ബിൽഡിങ്ങാണ്. ഇതുപോലെ തന്നെ ഇതുപോലത്തെ 3 ബിൽഡിംഗ് ഉണ്ട് നമുക്കിവിടെ ഹോസ്റ്റലിൽ താമസിക്കാനായിട്ട്. അതിലൊരു ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിക്കാൻ നമുക്ക് ബോട്ടിൽ വാട്ടറാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ടാങ്ക് കണ്ടോ, വൈറ്റ് ടാങ്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാം. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വെള്ളം ആവശ്യം വന്നാൽ അതിനായിട്ട് ഓരോ ബിൽഡിങ്ങിലും വെച്ചിട്ടുണ്ട് അവർ അങ്ങനെ ടാങ്കുകളും. പിന്നെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനത്തെ വേസ്റ്റിൻ്റെ ഇത് നമുക്കുണ്ട്, ബിന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബിൽഡിങ്ങിലെ ബിന്നാണ് ഇത്, വെള്ളത്തിൻ്റെയാണ്. ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇവിടെ ഞങ്ങൾക്ക് ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. ഇത് തക്കാളി നട്ടതാണ്, പക്ഷേ ഇതുവരെ ഇതിലുണ്ടായിട്ടില്ല. തക്കാളിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ചൂടും ക്ലൈമറ്റും കാരണമായിരിക്കും. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉരുളക്കിഴങ്ങ് ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം, കുറച്ച് കിട്ടിയായിരുന്നു. അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് നമ്മുടെ ഒരു ഹോം ടൂർ നടത്താം. ഹോം ടൂർ മറ്റെങ്ങുമല്ല, എൻ്റെ റൂം തന്നെയാണ്, എൻ്റെ ഫ്ലാറ്റ് തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ ഹോള്. ഇതാണ് എൻ്റെ റൂമ്. ഇവിടെ ഞാൻ താമസിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ റൂം കാണാൻ പോകാം. ഇതൊരു ടോയ്ലറ്റാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കിച്ചണിൽ ഓരോന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജിസ്മിയുടെ റൂമാണ്. അവൾ നാട്ടിൽ പോയിരിക്കുക വെക്കേഷന്. അവളുടെ റൂം. ഇതൊരു ടോയ്ലറ്റാണ്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇതും ഒരു ടോയ്ലറ്റാണ്. ഇത് ബിൻസിയുടെ റൂമ്. ബിൻസി ഈ മാസം എക്സിറ്റാണ്, 28-ാം തീയതി പോവും. ഇപ്പോൾ ഈ ബെഡ് ഫ്രീ ആയത്. നേരത്തെ ഉണ്ടായിരുന്ന എക്സിറ്റ് പോയത്. അപ്പോൾ അവളുടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതാണ് ബിൻസിയുടെ റൂം. പിന്നെ ഇവിടെ 2 റൂമുണ്ട്. ഇതിൽ അഖില മൂന്നിൻ്റെയൊട്ടിക്കും പോയി. ചീന മാരേജിന് വേണ്ടി നാട്ടിൽ പോയിരിക്കുക. ഇന്നത്തെ നമ്മളുടെ ഫുഡ് ഇന്ന് സോയാ ബീഫ് വയ്ക്കുന്ന പോലെ വെച്ചിരിക്കുന്നതാണ്. ഇത് ബിൻസിയുടെ സ്പെഷ്യൽ ഡിഷാണ്. കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. കണ്ടോ? എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.